ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ഗോവർദ്ധൻ്റെയാണ്. കർണാടക ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി എന്ന് പറയുന്നത്. ഈ ഗോവർദ്ധൻ്റെ വീട്ടിലും ശബരിമലയിലെ തന്ത്രി ചെന്ന് പൂജ നടത്തിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു സംശയം. രണ്ട്, ഈ LDFിൻ്റെ കാലത്ത് മാത്രമല്ല, മുമ്പ് UDFിൻ്റെ കാലത്തും ശബരിമലയിൽ ചില അഴിമതിക്കുള്ള കളമൊരുങ്ങിയതിൻ്റെ ചില സൂചനകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. സാർ ഇതൊക്കെ ശ്രദ്ധിച്ചാണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് കൊടുക്കുകയും ചെയ്യാം. അതായത് ഈ സ്വർണ്ണപ്പാളി വിറ്റല്ലോ, അതെ, ഒരുക്കി എന്നും പറയുന്നുണ്ടല്ലോ. അതായത് മറ്റേ 1998 അല്ലേ? അതെ, 98. ആ സമയത്ത് വിജയ് മല്യ കൊടുത്ത സ്വർണ്ണപ്പാളി ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ട് ഇത് ഉരുക്കുന്നു, അതെ, സ്വർണ്ണമാക്കുന്നു. അതെ. ഈ സ്വർണം ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ആൾക്കാണ് വിൽക്കുന്നത്. ഇതാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഗോവർദ്ധൻ ഈ പറഞ്ഞ പോലെ ബെള്ളാരിയില് റോധാം എന്ന് പറഞ്ഞ ജ്വല്ലറി നടത്തുന്നു. ഈ ഗോവർദ്ധൻ അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരുന്നു. കാരണം ഒന്നാമത് അവിടെയാണ് താമസിക്കുന്നത്, ബംഗളൂരുവില്. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രീ ഡിഗ്രി വരെയോ മറ്റോ പഠിച്ച് നാട് വിട്ട് ബംഗളൂരുവിലേക്കൊക്കെ പോയി അവിടെ ശ്രീറാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തില് കീഴ്ശാന്തിയുടെ സഹായിയായിട്ടൊക്കെ കൂടിയതാണ്. പിന്നെ അവിടെ നിന്ന് ശബരിമല തന്ത്രി കണ്ടെടുത്ത് ശബരിമലയിലേക്ക് കൊണ്ടുവന്നിട്ട് ശബരിമലയിലെ കീഴ്ശാന്തിയുടെ സഹായി ആയിട്ട് 2004 കാലത്ത് അല്ലേ വരുന്നുണ്ട്. 2007 എന്ന് പറയുന്നത് ശരിയല്ല, 2004 എന്ന് പറയുന്നതാണ് ശരി. അതായത് LDF കാലത്താണെന്ന് പറയുമ്പോൾ LDF കുറച്ച് മുമ്പോട്ട് എടുക്കാൻ നോക്കുമല്ലോ. അങ്ങനെ 2007 എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയത്, പിന്നെ 2004 അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ 2 ദശകമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ നിൽക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? തന്ത്രിയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വല്ല സംശയമുണ്ടോ? കാരണം ശ്രീറാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തില്, പിന്നെ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രം, ഈ അയ്യപ്പ ക്ഷേത്രങ്ങളുടെയും തന്ത്രി ഈ ശബരിമല തന്ത്രി തന്നെയാണെന്നാണ് നമ്മളാരുമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കർണാടകയിലും ഈ ശബരിമല തന്ത്രിക്ക് ഒരു പേര് ഉണ്ടല്ലോ. അതെ, ഇനി ആ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കി കൊടുത്തതാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഏത് കർണാടകയില് അതിന്റെ ഉപകാര സ്മരണ എന്നുള്ള നിലയ്ക്ക് പോറ്റിക്ക് ശബരിമലയിൽ പേരുണ്ടാക്കി കൊടുക്കുന്നിടത്തല്ലേ ഈ തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത്, പ്രധാനപ്പെട്ട തട്ടിപ്പ്. അതെ. പിന്നെ അവിടെയും ഈ ശ്രീറാംപുര ക്ഷേത്രത്തില് ഇല്ലേ, അതെ, മറ്റേ വാതില് നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ അവിടുത്തെ മേൽശാന്തി പറഞ്ഞു എന്നൊക്കെ അവിടുത്തെ ക്ഷേത്ര സമിതി പ്രസിഡന്റ് വിജയൻ പറഞ്ഞൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പ്രവേശനം കിട്ടുന്നത് അവിടുത്തെ തന്ത്രി പറഞ്ഞിട്ടാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കണ്ഠര് രാജീവര് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? കണ്ഠര് രാജീവര് മാസറിൽ ഒപ്പിട്ടിട്ടില്ലേ? ഉണ്ട്. മുരാരി ബാബു മറ്റേ സ്വർണ്ണപ്പാളി ചെമ്പാണ് എന്ന് പറയുന്ന മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട് കണ്ഠര് രാജീവര്. ഞാനൊന്നും അറിയില്ല എന്ന് പറയുന്ന ഈ കണ്ഠര് രാജീവര് സ്വന്തം കൈപ്പടയിൽ ഇല്ലേ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഇത് കൊണ്ടുപോകണം. 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നല്ലേ ഇതിനല്ലേ? അതെ. എന്നിട്ട് പിന്നെ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ, പണ്ട് ഈ കടലിൽ കല്ലിടുക എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പത്രപ്രവർത്തനമൊക്കെ തുടങ്ങുന്ന കാലത്തൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതായത് വർഗീസ് വൈദ്യൻ ആലപ്പുഴയില് TV തോമസിന്റെ കാലത്ത് കൊടുക്കുന്ന പദ്ധതിയാണ് കാശുണ്ടാക്കാൻ വേണ്ടി. അതായത് കടലില് ഈ എത്ര കല്ലിട്ടെന്ന് അറിയാൻ പറ്റില്ല. അതെ, ഈ തിരുമാല അടിച്ചിട്ട് കടൽ കരയിലേക്ക് കയറുന്നതുകൊണ്ട് മറ്റേ തീരദേശത്തെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കല്ലിട്ടിട്ട് കടലിനെ പ്രതിരോധിക്കാം എന്ന് പറഞ്ഞിട്ട്
ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന പരിപാടി. അതിങ്ങനെ എത്ര വേണമെങ്കിലും ഇട്ടുകൊണ്ടിരിക്കുകയല്ലോ. എത്ര ലോഡെന്നോ എത്ര ഒന്നും കണക്ക് വേണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ പാളി ഉണ്ടാക്കി ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ സ്വർണം പൂശുന്നു, ഇത് പിന്നെയും സ്വർണം പൂശുന്നു, പ്രശാന്ത് വരുമ്പോഴും സ്വർണം പൂശുന്നു. മാറ്റമില്ലാത്തത് ഒരാൾക്ക് മാത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാറ്റമില്ല. ആര് വന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. പിന്നെ ഈ കണ്ഠരര് കുടുംബം ഉണ്ടല്ലോ, ഈ ആന്ധ്രയിൽ നിന്ന് വന്നതായിട്ട് പറയപ്പെടുന്ന തന്ത്രി കുടുംബം. ഈ തന്ത്രി കുടുംബം അവിടെ തന്ത്രിപ്പണിയൊക്കെ എടുക്കുന്ന 1950 തീവയ്പ്പിന് ശേഷമല്ലേ. അപ്പോ ഈ തന്ത്രി കുടുംബം അതിനു മുമ്പ് അവിടെ തമിഴ് ബ്രാഹ്മണരും ഒക്കെ ശാന്തിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ, വേറെ ആളുകളും ഒക്കെ. അപ്പോ ഈ തന്ത്രി കുടുംബം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇങ്ങനെ വളർത്തുന്നു. ആന വളർത്തിയ വാനമ്പാടി എന്ന് പറയുന്ന പോലെയാണ് തന്ത്രി വളർത്തിയ പോറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോവർദ്ധൻ്റെ പേര് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ട് ഇന്നലെ 10-12 ഗ്രാം സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തൊണ്ടി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് കേസ് അവസാനിപ്പിക്കാൻ പോവുകയാണോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. മുരാരി ബാബുവിന് ഇന്നിയെ കസ്റ്റഡിയിൽ മേടിക്കാൻ പോകുന്നുള്ളൂ, ജയിലിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ക്ഷണപത്രിക ഇപ്പോൾ നമുക്ക് കാണാം. ആ ക്ഷണപത്രികയിൽ വീണ ഗോവർദ്ധൻ ആൻഡ് റോദാം ഗോവർദ്ധൻ ഇൻവൈറ്റ് യു എന്ന് പറയുന്ന ക്ഷണപത്രമാണ്. എന്തിന്? ഈ റോദാം ജ്വല്ലറി നടത്തുന്ന റോദ ഗോവർദ്ധൻ്റെ ക്ഷണപത്രികയാണ്. അയ്യപ്പ പൂജ എന്ന് മറ്റേ അവിടെ 2023 നടക്കുന്ന അയ്യപ്പ പൂജ 2023 ജൂലൈ 3-ാം തീയതി, 3-4 ഉണ്ടെന്ന് തോന്നുന്നു, 2 ദിവസം, രാവിലെ 10-15 മുതൽ 11 മണി വരെ അയ്യപ്പ പൂജ ഈ വീണ റോദാം ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ അല്ലേ. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരെ ആണ് അയ്യപ്പ പൂജ ഈ റോദാം ജ്വല്ലേഴ്സിന്റെ ഉടമ ഗോവർദ്ധന്റെ വീട്ടിൽ നടത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി അല്ലേ. അതെ. റോദാം ഗോവർദ്ധൻ പറയുന്നു, എനിക്ക് പാളിയെ പറ്റിയൊന്നും അറിയില്ല, ഞാൻ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്, സ്പോൺസറൊക്കെ ആയിരുന്നു. അതായത് സ്പോൺസർ ചെയ്യണമെന്ന് ഇയാള് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ ഇയാൾ സഹായിച്ചിട്ടുണ്ട്, ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ പോറ്റി പറയുന്നത് എന്താണ്? ആ സ്വർണ്ണപ്പാളി വിറ്റിരിക്കുന്നത് ഗോവർദ്ധനാണ്, അയാൾ ജ്വല്ലറുമാണ്. പക്ഷെ ഇതേ ഗോവർദ്ധന്റെ അടുത്താണ് ഈ തന്ത്രി പോയിട്ട് പൂജകളും ഒക്കെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് മുഖ്യ പ്രതിയാകാൻ ഇനി സാക്ഷിയാക്കി മാറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സാക്ഷിയാക്കി മാറ്റിയേക്കാം എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്മാർട്ട് ക്രിയേഷൻസിനെ സാക്ഷിയാക്കി മാറ്റിയേക്കാം കേസിന്റെ ഒരു ഉറപ്പിന്. ഇതിന്റെ അകത്ത് ഇത്തരം തെളിവുകളല്ലേ ഉള്ളൂ, സ്വർണം പാളിയില്ലല്ലോ. പാളിയില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോ മുഖ്യപ്രതി ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ മുഖ്യപ്രതിസ്ഥാനത്തിരിക്കുന്ന ഗോവർദ്ധൻ, അയാൾക്കല്ലേ അതിന്റെ ഗുണമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ഗോവർദ്ധന്റെ വീട്ടിൽ അയ്യപ്പ പൂജ തന്ത്രി നടത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് എന്നാണ് ഈ മഹേഷ് പറയുന്നത്, തന്ത്രി. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പ്രതിയുടെ ഈ ജ്വല്ലറി തന്ത്രി പോയിട്ടുണ്ട്. തന്ത്രിക്ക് ഈ ആളുകളും ഒക്കെ ആയിട്ട് നല്ല ബന്ധവും അടുപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ പലപ്പോഴും വലിയ പൈസയൊന്നും ഇയാളുടെ കയ്യിലില്ല, നീക്കിയിരിപ്പില്ല എന്നൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പോറ്റി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവിടെ സംഭാവനയൊക്കെ കൊടുക്കുന്നുണ്ട്, 10 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പോറ്റിക്ക് ആര് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തന്ത്രി അല്ലാതെ മറ്റാരെങ്കിലും ആയി വരുമോ? ഇല്ല. അപ്പൊ തന്ത്രിയുടെ ബെനാമിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? അതാണ് അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് മറ്റേ മുരാരി ബാബുവിനെ പറ്റി ഒരുപാട് വിവരങ്ങൾ വന്നിട്ടുണ്ടല്ലോ. മുരാരി ബാബു 1.5 കോടി രൂപയോ 2 കോടി രൂപയോ ഒക്കെ വില വരുന്ന തേക്ക് തടികൾ ഒക്കെയുള്ള വീട് പെരുന്നേല് വെച്ചിട്ടുണ്ട്. 1.5 കൊല്ലം എടുത്തു വീട് പണി
തുടങ്ങി പൂർത്തിയാകാനും ഒക്കെ. സാർ, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ടാമതൊരു കാര്യം കൂടെ പറയും. ഈ LDF സർക്കാരിൻ്റെ കാലത്തല്ലാതെ UDF സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിൽ നടത്തിയ ചില പ്രവൃത്തികളെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നെയ്യഭിഷേകമാണല്ലോ പ്രധാനപ്പെട്ട ചടങ്ങ്. ശബരിമലക്കെട്ടിലൊക്കെ ആളുകൾ കൊണ്ടുപോകും നെയ്യ് ഇത് അഭിഷേകം ചെയ്യും. ഇത്തവണ നമ്മുടെ രാഷ്ട്രപതി പോയപ്പോ നെയ്യഭിഷേകത്തിന്റെ സമയം കഴിഞ്ഞിരുന്നു. അതെ. അപ്പൊ ഈ നെയ്യ് മറ്റേ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വിഗ്രഹത്തിൽ നിന്ന് ചുരണ്ടി മാറ്റുകയാണ് ഈ നെയ്യ്. അതാണ് അഭിഷേകം കഴിഞ്ഞ നെയ്യ് എന്ന് പറയുന്നത്. അഭിഷേകം കഴിഞ്ഞ നെയ്യ് അവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യമല്ലേ. ആളുകൾക്ക് അസുഖം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് വിറ്റഴിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ വലിയൊരു വരുമാന മാർഗമാണ് അവിടെ ഈ നെയ്യ്, വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന നെയ്യ്. ഈ നെയ്യ് ഇങ്ങനെ ഈ ശാന്തിക്കാര് ചുരണ്ടിയെടുക്കുമ്പോ ഇത് നഷ്ടം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു സിദ്ധാന്തം ഉദ്യോഗസ്ഥന്മാര് കൊണ്ടുവന്നു ദേവസ്വം ബോർഡില്. അവർ തന്നെത്താൻ ഇത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള മട്ടിൽ. അപ്പോൾ ഇത് ദേവസ്വത്തിന് തന്നെ കിട്ടണമല്ലോ, ഈ സിദ്ധാന്തമാണ്. അതിനെന്താണ് ചെയ്യുക? ഈ വിഗ്രഹത്തിന്റെ മൂട്ടില് ഒരു പൈപ്പ് വെച്ചിട്ട് ഈ പൈപ്പ് കുറെ ദൂരം കൊണ്ടുപോയിട്ട് ഈ വിഗ്രഹത്തിൽ നിന്നും മാറ്റുന്ന നെയ്യ് ഒഴുകി വരാൻ, എന്നിട്ട് പൈപ്പ് ഇടയ്ക്ക് വെച്ചിട്ടേ ചൂടാക്കാം. അപ്പൊ ഈ നന്നായിട്ട് ഉരുകി പൊക്കോളുമല്ലോ. ഇങ്ങനൊരു വിചിത്ര പദ്ധതി അവിടെ നടപ്പാക്കാനായിട്ട് തീരുമാനമെടുത്ത് ഈ ശ്രീകോവിലിന്റെ അകത്ത് പോയിട്ട് ലൈസൺ ഓഫീസർ വരെയുള്ളവരൊക്കെ പരിശോധന, ചീഫ് എഞ്ചിനീയറും ഒക്കെ ശ്രീകോവിലിന്റെ അകത്തൊക്കെ കയറിയൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അന്ന് അവിടെ മഹേശ്വര് തന്ത്രി, പഴയ തന്ത്രി, ഒരു പത്രപ്രവർത്തകൻ പോയി ഇടപെട്ട് ആണ് അതില്ലാതാക്കിയത്. മഹേശ്വര് അതിനെതിരെ പ്രസ്താവനയൊക്കെ ഇറക്കി. പക്ഷെ അവിടെ ഈ താഴമൺ നീലകണ്ഠരര് എന്ന് പറഞ്ഞ തന്ത്രി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് മഹേശ്വരി പറഞ്ഞെങ്കിലും ഇതേ തന്നെ തന്ത്രി കുടുംബത്തിലെ നീലകണ്ഠരര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ചെയ്തത്. അപ്പൊ കാണിപ്പയ്യൂര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ഠരര് പറയുകയും ചെയ്തു. എന്നിട്ട് ഇത് തീരുമാനിച്ച ശേഷം ഈ തച്ചശാസ്ത്രജ്ഞൻ ചെങ്ങന്നൂര് രാജരത്നം ഉളി കൊണ്ടുപോയിട്ട് ശ്രീകോവിലെ ഇത് ഈ തുരക്കുന്ന പരിപാടി, ശ്രീകോവില് ഇതിന് വിഗ്രഹത്തിന്റെ മൂട്ടിൽ തുരക്കുന്ന, അയ്യപ്പന്റെ മൂട്ടിൽ തുരക്കുന്ന പരിപാടി തുടങ്ങി വെക്കുന്നതായിട്ട് ഈ രാജരത്നം ഉളി കൊണ്ട് അവിടെ കല്ലില് വെട്ടി ഈ ശ്രീകോവിലില് ഇതിന് തുടക്കത്തിന് വേണ്ടിയിട്ട് ഇത് തുടങ്ങാൻ ഇത്രയും പണി നടന്നു അന്ന്. അത് മഹേശ്വരര്. അപ്പൊ ഇങ്ങനെ അഭിഷേക നെയ്യ് ഏതെങ്കിലും ശ്രീകോവിലിലെ ആ വിഗ്രഹത്തിന്റെ താഴെ ഒരു പൈപ്പ് വെട്ടിയിട്ട് പൈപ്പ് ഘടിപ്പിക്കുക. മാത്രമല്ല പിന്നെ ചൂടാക്കുക എന്ന് പറയുന്നത് തന്നെ എന്താ, വിഗ്രഹത്തിന്റെ അടിയിൽ കൂടെ ചൂടാക്കുക, അങ്ങനെ ഒരു അർത്ഥം കൂടെ അതിന് വരുന്നില്ലേ? അതെ, പോകുന്ന പോക്കൽ പൈപ്പ് ചൂടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു ആശയം തന്നെ ഇങ്ങനെ വരുന്നു ഇല്ലേ? അതെ, അതൊക്കെ വളരെ സാങ്ക്ടിറ്റി ഉള്ളതല്ലേ? അതെ അതെ, സാങ്ക്ടം സാങ്ക്ടറം എന്നാണ് ശ്രീകോവിൽ പറയുന്നത്. ആ രണ്ട് വാക്കിലും ലാറ്റിൻ ആണെങ്കിലും ഇല്ലേ, സാങ്ക്ടിറ്റി എന്ന് പറഞ്ഞ പവിത്രത ഇല്ലേ, പവിത്രത എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ? പിന്നെ മൈനറായിട്ടല്ലേ വിഗ്രഹത്തിനൊക്കെ കാണുന്നത്. അതെ, അപ്പോ വിഗ്രഹത്തിന്റെ തന്നെ മൂട്ടില് അല്ലേ, അതെ, ആസനത്തിൽ ഇങ്ങനെ പൈപ്പ് കുത്തിക്കയറ്റുക, എന്നിട്ട് ചൂട് കൊടുക്കുക. ഈ പരിപാടി അവിടെ നടന്നു പോയേനെ അന്ന് മഹേശ്വരിയുടെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ. അന്ന് UDF സർക്കാർ ഭരിക്കുന്നത്. അതെ, അപ്പോൾ ആ സർക്കാരിന്റെ കാലത്തും ഈ പറയുന്ന കച്ചവടം തന്നെയാണ് മുഖ്യ ലക്ഷ്യം. കച്ചവടം പണ്ട് തൊട്ടേ അവിടെ ധാരാളം നടക്കുന്നുണ്ട്. ശിവകുമാറില്ലേ മന്ത്രി, അദ്ദേഹത്തിന്റെ സഹോദരൻ ദേവസ്വം ബോർഡിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ജയകുമാർ. അദ്ദേഹത്തിന്റെ കാലത്തും പാത്രത്തിന്റെ പേരിലും ഒക്കെ കോടികളുടെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഈ ഇൻസ്റ്റാൾമെന്റ് അടിസ്ഥാനത്തിൽ പല തട്ടിപ്പും, ഇത് അതിഭീകരമായ തുടർച്ചയായിട്ടുള്ള തട്ടിപ്പ് പ്രശാന്തിന്റെ കാലം വരെ നടന്നത്. ഇതിൽ എങ്ങനെ തന്ത്രിക്ക് മാറി നിൽക്കാൻ പറ്റും? ഇത് നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. അതെ, തന്ത്രി ഒപ്പിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. തന്ത്രിക്ക് പകരം
വേറെ ആളാണ് ഒപ്പിട്ടത്, വേറെ സ്പോൺസറാണ് ഇല്ലേ, അതെ. അനന്ത സുബ്രഹ്മണ്യമാണ് ഒപ്പിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കഥകൾ വരുന്നുണ്ട്. തന്ത്രി കൊടുത്തിട്ടുള്ള കത്തോ സ്വന്തം കൈപ്പടയിൽ ഇത് മാറ്റേണ്ടതാണെന്നും ഇത് പൂശേണ്ടതാണെന്നും ഇതിന്റെ നിറം മങ്ങിയിട്ടുണ്ടെന്നും ഒക്കെ അല്ലേ ആ കത്തിലുള്ളത്. അതെ. അപ്പൊ അതുകൊണ്ട് ഈ അയ്യപ്പൻ പൂജ റോദ്ധാം ഗോവർദ്ധന്റെ വീട്ടിൽ നടന്നത് അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിമാരുമായിട്ട് ഉള്ള ഈ അവിശുദ്ധ ബന്ധം, അവിഹിത ബന്ധം, അത് കുറച്ച് ആഴമുള്ളതാണ്. അത് കുറച്ചുകൂടി നന്നായിട്ട് അന്വേഷിക്കേണ്ടതുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.